മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് വളരെ വലിയ ഭയത്തോടുകൂടി UDF-ഉം LDF-ഉം നോക്കിക്കണ്ടിരുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് VV രാജേഷ് പ്രഖ്യാപിച്ച പ്രസംഗത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഞാൻ മാർവാനീസ് കോളേജിൽ 1993 ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ പ്രിൻസിപ്പൾ ഞങ്ങളോട് പറഞ്ഞു, ഈ കാണുന്ന കെട്ടിടമോ ഞങ്ങൾ കാണുന്ന അധ്യാപകരോ അല്ല മാർവാനീസ് കോളേജ്, ഈ കോളേജിന്റെ ഒരു ഘടകം മാത്രമാണ്. ഇവിടെ പഠിക്കുന്ന നിങ്ങൾ വിദ്യാർത്ഥികളാണ് മാർവാനീസ് കോളേജ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന നാളെ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിനു ശേഷം ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പോയി പ്രവർത്തിച്ച് വിജയം വരിക്കുമ്പോൾ മാർവാനീസിലെ ഒരു കുട്ടിയാണ്, പഠിച്ചിരുന്ന ആളാണ് ഇന്ന മേഖലയിൽ എത്തിയത് എന്ന് പറയുമ്പോഴാണ് ഈ കോളേജ് യഥാർത്ഥത്തിലുള്ള കോളേജായി മാറുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ മേയറോ ഡെപ്യൂട്ടി മേയറോ ഈ കോർപ്പറേഷനിലെ പല ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ്. മറിച്ച് ഈ കോർപ്പറേഷനാക്കി മാറ്റുന്നത് ഈ ഇരിക്കുന്ന ഇനിയും ഇവിടെ വരാത്ത ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരുടെ പ്രവർത്തനത്തിലൂടെ സാധാരണക്കാരായ ആൾക്കാരുടെ കണ്ണുകളിൽ തിളക്കം വരുമ്പോഴാണ് ഈ കോർപ്പറേഷൻ ജീവനിട്ടതാകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി, നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് VV രാജേഷ് നിലപാട് പ്രഖ്യാപിക്കുന്നത്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും, മറിച്ച് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയാ, അവിടെ വരുന്ന ഓരോ സാധാരണക്കാരന്റെയും കണ്ണിലെ തിളക്കമാണ് കോർപ്പറേഷനെ മഹത്വൽക്കരിക്കുന്നത്. എത്ര സുന്ദരമായിട്ടാണ്. ഇതുപോലെ ഒരു പ്രഖ്യാപനം നടത്തിയ മറ്റേതെങ്കിലും ഒരു പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ടോ? സാധാരണക്കാരന് മൂല്യം കൊടുക്കുക, ഉദ്യോഗസ്ഥരോട് പറയാ, നിങ്ങളാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പം ഏത് രീതിയിലും ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്, നിങ്ങൾ കാര്യങ്ങൾ സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കണം. പ്രത്യേകം അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ യൂണിയൻ പ്രവർത്തനമൊക്കെ തന്നെ ജോലി സമയം കഴിഞ്ഞിട്ട് മതി. അതായത് വ്യക്തമായിട്ട് ഉദ്യോഗസ്ഥർക്കൊപ്പം നിൽക്കുകയും അവരനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊന്നും നടപ്പില്ല എന്ന പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തിയ VV രാജേഷ് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ ജനനായകനെയാണ് കേരളം കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ജനനായകൻ എന്ന് VV രാജേഷിലൂടെ കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ആളുകളും മനസ്സിലാക്കുക, ഇവിടെയുള്ള UDF-ഉം LDF-ഉം എന്തുകൊണ്ടാണ് BJP ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് ഭയന്നത് എന്നതിന്റെ വ്യക്തമായ ഉത്തരാണിതൊക്കെ. അതായത് യഥാർത്ഥ ജനാധിപത്യം എന്താണ്, യഥാർത്ഥ വികസനം എന്താണ്, യഥാർത്ഥ ജനനന്മ എന്താണ് എന്ന് BJP തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ പുറത്തേക്ക് കൃത്യമായിട്ട് റിസൾട്ടുകളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ UDF-ഉം LDF-ഉം ഇത്രയും കാലം എന്തായിരുന്നു ചെയ്തത്? ഓ, ജനാധിപത്യമില്ലയോ, നരേന്ദ്രമോദി വന്നാൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ, വർഗീയതയാണോ, അവിടേക്ക് നോക്കൂ, അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ എന്നല്ലായിരുന്നോ നിരന്തരം UDF-ഉം LDF-ഉം ഉയർത്തിപ്പിടിച്ചിരുന്നത്? അവര് നമ്മുടെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രത്തിൽ BJP എത്തിയാൽ ജനം മനസ്സിലാക്കില്ലേ? ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നോക്കിയാൽ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയില്ലേ യഥാർത്ഥ ജനാധിപത്യം എന്താണ്, യഥാർത്ഥ വികസനം എന്താണ്, യഥാർത്ഥ ജനനന്മ എന്താണ് എന്നല്ലേ നമ്മൾ തിരുവനന്തപുരം മേയർ VV രാജേഷിലൂടെ ദിനം പ്രതി ഇപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഉത്തരേന്ത്യയിലേക്ക് നോക്കോ, പ്രശ്നമാണ് BJP അങ്ങനെയാണ് എന്ന് UDF-നോ LDF-നോ പറയാൻ സാധിക്കോ? കാരണം എന്താ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ BJP അധികാരത്തിലെത്തിയിട്ട് മേയറായിട്ട് VV രാജേഷ് വന്നത് മുതൽ സാധാരണക്കാർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി. അവിടെ ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല, ഒരു BJP എന്ന് പോലെ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഇന്ന ആളുകൾക്ക് ആനുകൂല്യം എന്നല്ല, ഉദ്യോഗസ്ഥരെ വരച്ച വരയിൽ നിർത്തുമ്പോൾ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളും യൂണിയൻ പ്രവർത്തനമൊക്കെ ജോലി കഴിഞ്ഞിട്ട്. എത്ര സുന്ദരമാണതൊക്കെ. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ?
ഇത് UDF LDF എത്ര കാലമായിട്ട് നമ്മുടെ കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. അവരുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താ? BJP അങ്ങനെയാണ്. 2014 മുതൽ നമ്മൾ കാണുന്ന ഒരു പൊളിറ്റിക്സ് എന്താ? മോദി വന്നാൽ അങ്ങനെ, BJP വന്നാൽ അങ്ങനെ, വർഗീയ. ഇതല്ലേ ഇവരുടെ പൊളിറ്റിക്സ്? ഇവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ വരുന്ന ഈ പറയുന്ന ഇടതും വലതും? മറിച്ച് അവരപ്പുറം അതോ അങ്ങനെയാണ്. ആ BJP ഇന്ന് തലസ്ഥാന നഗരിയിൽ ഭരിക്കുക. ഇനി ഇവരെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റം പറയാൻ സാധിക്കുക? കാരണം എന്താ? എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളെയും ചേർത്ത് പിടിക്കല്ലേ, എല്ലാ ആളുകളെയും ഒരേപോലെ. ഏതെങ്കിലും BJP-ക്കാരൻ അധിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കല്ല, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ട് VV രാജേഷ് മുന്നോട്ട് പോവാ. നമുക്കറിയുന്നതല്ലേ നമ്മുടെ കേരളത്തില് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഇവിടെ UDF-ന്റെയും LDF-ന്റെയും ഒക്കെ നേതാക്കന്മാര് കുതിര കയറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനവര് ഏതിന്റെ പേരില, എന്തിന്റെ പേരില UDF-ന്റെയും LDF-ന്റെയും ഒക്കെ നേതാക്കന്മാര് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് മേല് കുതിര കയറാറുള്ളത്? നീതിപൂർവം സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ അവരുടെ വല്ല പാറമടയോ അല്ലെങ്കിൽ അവരുടെ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അനധികൃത കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്തു കൊടുക്കാത്തപ്പോ UDF-ഓ LDF-ഓ നേതാക്കന്മാർക്ക് വേണ്ടി അവര് വലിയ ഷോക്കിടും. അത് വലിയ സംഭവമായിട്ട് ഇവിടെ വാർത്തയൊക്കെ വരാറുണ്ട്. എന്നാൽ VV രാജേഷ് സാധാരണക്കാർക്ക് വേണ്ടിയല്ലേ ഈ നിലപാടെടുക്കുന്നത്? സാധാരണക്കാരുടെ കണ്ണിലെ തിളക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മഹത്വവൽക്കരിക്കുക. അത്തരത്തിൽ തന്നെ സാധാരണക്കാരന്റെ കണ്ണിലെ തിളക്കമാണ് ലക്ഷ്യം. കൃത്യമായിട്ട് സാധാരണക്കാർക്ക് നിലപാടെടുക്കുക. ഉദ്യോഗസ്ഥരോട് വ്യക്തമായിട്ട് ഒരു വരയങ്ങ് വരച്ചിട്ടുണ്ട്. അതായത് സാധാരണക്കാർക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന്. ഇതൊക്കെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഒരുപാട് ഓഫീസുകളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, എവിടെ പോയാലും യൂണിയൻ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ മൈൻഡ് വെക്കൂല, വന്നാൽ ഒരു പുച്ഛഭാവം. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള എല്ലാവരും അല്ല. ഇത്തരം പുച്ഛഭാവമൊക്കെ ആയിട്ട് ഏതൊരു ഓഫീസില് ഏതൊരാൾ മുന്നോട്ട് പോകുന്നുണ്ടോ, ഏതൊരു ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോകുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായിട്ട് BJP തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിയത് മുതൽ എത്ര സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. UDF-ഉം LDF-ഉം ഇപ്പൊ പെട്ടിരിക്കുന്ന അവസ്ഥ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെസ്റ്റ് ബംഗാളിൽ നിന്ന് പോലും പ്രഖ്യാപിക്കാൻ തിരുവനന്തപുരത്ത് മാറാത്തതായിട്ടൊന്നുമില്ല എന്ന്. അപ്പൊ നരേന്ദ്രമോദിക്ക് അത്രത്തോളം പ്രാധാന്യത്തിൽ തന്നെയാ തിരുവനന്തപുരത്തെ വിജയത്തേക്ക് നോക്കിക്കാണുന്നത്. കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ വികസന പദ്ധതികൾ തിരുവനന്തപുരത്ത് വരൂ. കേരളത്തിലെ ജനത അത് മനസ്സിലാക്കൂ. എന്താണ് BJP, എന്താണ് നരേന്ദ്രമോദി, എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ഇനി സകല മലയാളികളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ, VV രാജേഷ് കേരളത്തിൽ ഒരു ജനനായകനായിട്ട് മാറി. ഇത് വെറുതെ അങ്ങ് മാറുന്നതല്ല. സാധാരണക്കാരന്റെ കണ്ണിലെ തിളക്കം സ്വപ്നം കാണുന്ന, ലക്ഷ്യം കാണുന്ന ഒരു നേതാവായതുകൊണ്ടാ തിരുവനന്തപുരത്ത് മേയർക്ക് വലിയ കയ്യടി ലഭിക്കുന്നത്. ഇവിടെ വേറെയും മേയർമാരുണ്ട്. എത്ര ആളുകൾ അവരെയൊക്കെ അറിയും? ഇവിടെ ഒരുപാട് അല്ലാത്ത ആളുകളുണ്ട്. UDF LDF ആയിട്ട് മാറി ഭരിച്ച് സുഖിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ. അവരൊക്കെ എത്ര ആളുകൾ അറിയും? തിരുവനന്തപുരത്ത് ഒരു വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വരുന്ന നിയമസഭാ ഇലക്ഷനില് BJP-ക്ക് വലിയൊരു ഗുണമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ വിവേകമുള്ള ജനത BJP എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ രീതിയിൽ ഒരു റിസൾട്ട് BJP-ക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഞാൻ എടുത്തു പറയാണ്, ഞാനിതൊക്കെ പറയുന്നത് കൊണ്ട് എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെയാണ് കേരളത്തിലെ യാഥാർത്ഥ്യം. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJP-ക്ക് വലിയ നേട്ടം ഉണ്ടാവും. ഒരു തർക്കവും അതിൽ ആർക്കും തന്നെ വേണ്ട.